KSSPA കുറ്റ്യാടി നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഈ മാസം 26-ന് വില്യാപ്പള്ളി PP കുഞ്ഞിക്കേളു മാസ്റ്റർ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും KPCC പ്രസിഡന്റുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. KSSPA കുറ്റ്യാടി നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം ഈ മാസം 26-ന് വില്യാപ്പള്ളി ഷോപ്പിംഗ് കോംപ്ലക്സ് ഹാളിൽ സജ്ജീകരിച്ച PP കുഞ്ഞിക്കേളു മാസ്റ്റർ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 26-ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പ്രകടനവും ഉദ്ഘാടന സമ്മേളനവും നടക്കും. ചടങ്ങിൽ KSSPA ജില്ലാ പ്രസിഡന്റ് KC ഗോപാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന വനിതാ സുഹൃത്ത് സമ്മേളനം വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC ഷീബ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം KSSPA ജില്ലാ സെക്രട്ടറി OM രാജൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ സംസാരിക്കും. സർക്കാർ പെൻഷൻകാരോട് കാണിക്കുന്ന അവഗണനയ്ക്കും വഞ്ചനാപരമായ നടപടിക്കുമെതിരെ ശക്തമായ പ്രതിഷേധം സമ്മേളനത്തിൽ ഉയർത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നവംബർ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കുറ്റ്യാടി നിയോജക മണ്ഡലം സമ്മേളനം വില്യാപ്പള്ളി കുഞ്ഞിക്കേളു മാസ്റ്റർ നഗറിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു സമ്മേളനം എന്തുകൊണ്ടും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് KSSPAയുടെ ജില്ലാ പ്രസിഡന്റ് KC ഗോപാലൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തും. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സുഹൃത്ത് സമ്മേളനം അടുത്തതിന് ശേഷം വില്യാപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PC ഷീബ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KSSPAയുടെ ജില്ലാ സെക്രട്ടറി OM രാജൻ മാസ്റ്റർ. ഈ സമ്മേളനത്തിൽ പെൻഷൻകാരുടെ ശക്തമായ പ്രതിഷേധം മറ്റ് ഏത് കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻകാരോട് ഇത്രയധികം വഞ്ചനാപരമായ ക്രൂരമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 19% DA ഇന്നും കിട്ടാൻ ബാക്കിയാണ്. പുതിയ പെൻഷൻ പരിഷ്കരിക്കേണ്ട വർഷമായിട്ടും അതിന്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാണുന്നില്ല. കൂടാതെ 2019-ലെ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും 2022 ജനുവരി മുതലുള്ള 19% DA തരുമെന്ന് പറയാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.